നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനിടയിൽ ആനന്ദപുരം ഡയറീസ് എന്ന സിനിമ മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായി മനോരമ മാക്സ് ഈ സിനിമയുടെ ഡേറ്റ് മാറ്റി കളിക്കുന്നു. ആ ഡേറ്റ് മാറ്റുന്നതോടൊപ്പം ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് കമൻറ്റ് ബോക്സിൽ എന്നെ കളിയാക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു രസമായിട്ട് കാണുന്നു. അപ്പോൾ പടം ഇപ്പോൾ നമ്മൾ കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പോൾ പടത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എടുക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. നമുക്കതൊരു സഹായകമാണ്. അപ്പോൾ വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത് മീന, മനോജ് കെ ജയൻ, തമിഴ് നടൻ ശ്രീകാന്ത്, റോഷൻ തുടങ്ങിയവരൊക്കെയാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ശരിക്കും ബോറടിപ്പിച്ചിട്ടുണ്ട്. 2022 കാലഘട്ടമാണ് സിനിമ പറയുന്നത്. ഒരു ലോ കോളേജിൽ നടക്കുന്ന സംഭവങ്ങൾ, കളി, ചിരി, തമാശകൾ, അതെല്ലാം സ്ഥിരം ക്യാമ്പസ് സിനിമകളിൽ കാണുന്ന ക്ലീഷ തന്നെയാണ്. 2022 കാലഘട്ടത്തിലാണ് സിനിമയുടെ കഥ പോകുന്നതെങ്കിലും ഒരു 2003 കാലഘട്ടത്തിലെ മേക്കിംഗ് ആണ് സിനിമയ്ക്ക് ഉണ്ടായത്. അതുകൊണ്ടാവാം സിനിമ ഒരു പരാജയത്തിലേക്ക് എത്തിയതെന്ന് തോന്നുന്നു. സിനിമ തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു. ഇതൊക്കെ ആയിരിക്കും സിനിമയ്ക്ക് പറ്റിയ പിഴവ്. സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് എടുക്കുമ്പോൾ നല്ല ഒരു കാഴ്ചകളാണ് സിനിമയിൽ കാണുന്നത്. മേക്കിംഗ് ഒക്കെ പഴയത് തന്നെ, പക്ഷേ സിനിമയിൽ കാണുന്ന ദൃശ്യങ്ങൾ നല്ലത് തന്നെയായിരുന്നു. സിനിമ നല്ലൊരു മെസ്സേജിലൂടെയാണ് അവസാനിക്കുന്നത്. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം മക്കളെ കൂടെ പഠിക്കുന്നവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന പക അത് എത്രത്തോളം ഉണ്ടെന്നും കുട്ടികൾ എങ്ങനെ നശിച്ചു പോകുമെന്നും ഒക്കെ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ലൊരു മെസ്സേജാണ്. പിന്നെ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കള്ളക്കേസ് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രത്തോളം ഉണ്ടാവുമെന്നും ഈ സിനിമ കാണിച്ചു തരുന്നു. സിനിമയിലെ മറ്റൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, മീന എന്ന നടിയുടെ അഭിനയ മികവ് തന്നെയാണ്. വളരെ നന്നായിട്ട് തന്നെ അവരുടെ കഥാപാത്രം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മനോജ് കെ ജയൻ ഒരു ആവറേജ് അനുഭവമാണ് കാഴ്ച വെച്ചിരിക്കുന്നത്. മീനയും മനോജ് കെ ജയനും വക്കീൽ വേഷമാണ്, രണ്ടുപേരും വക്കീൽ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരേ കഥാപാത്രം. നല്ല സുഹൃത്തുക്കളായിട്ടാണ് അവർ കഴിയുന്നത്. നല്ലൊരു അഭിനയം തന്നെ രണ്ടുപേരും കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ജാഫർ ഇടുക്കിയുടെ ഒരു കഥാപാത്രമുണ്ട്. ക്യാൻറ്റീൻ നടത്തുന്ന ഒരു കഥാപാത്രമാണ്. നല്ല നാച്ചുറലായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം സിനിമയിൽ വളരെ നന്നായി സജീവമായിട്ടുണ്ട്. അദ്ദേഹം ചെയ്യാത്ത റോളുകളില്ല. പിന്നെ അഭിനയിക്കാത്ത സിനിമകളും ഇപ്പോൾ കുറവാണ്. അപ്പോൾ മൊത്തമായി പറഞ്ഞാൽ സിനിമ ജസ്റ്റ് ഒരു ആവറേജ് മൂവിയായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.